السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുറാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു തുടർ പഠന ക്ലാസ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖിനാൽ ശരിയാം വണ്ണം പഠിച്ച് മനസ്സിലാക്കി തുടർന്നു കൊണ്ടുപോകാനും വിഷയം അവസാനിക്കുന്നത് വരെ അത് ആ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവം വന്നിരിക്കുവാനും പഠിക്കുവാനൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു സദസ്സ്, ഈ ഒരു സമയം, ഇതെല്ലാം നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് നന്മയുടെ ഏടിൽ വലിയ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇരിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി ഇരിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ ആ ഒരു നിയ്യത്തിനോട് കൂടി തന്നെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളൊരു മറ്റൊരു നിയ്യത്തും, ഇതൊക്കെ മനസ്സിൽ കരുതി അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
കാണുന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം അത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. ആ ഇബാദത്തിൽ കണിശതയും സൂക്ഷ്മതയും കാണിച്ച് ആ അജണ്ട പൂർത്തിയാക്കി വിജയം വരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. ഇവിടെ എത്രയോ മാപ്പിളമായ മുസ്ലിമീങ്ങളെ, അതേപോലെ തന്നെ ആണിനെയും പെണ്ണിനെയും ഒക്കെ മുസ്ലിം നാമധാരികളായ ആളുകളെ കാണുന്നു. ദീൻ അവർക്ക് പ്രശ്നമില്ല. ദീനിൻ്റെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ അവർക്ക് യാതൊരു പുല്ല് വില പോലുമില്ല. അവരുടെ കാട്ടിക്കൂട്ടലുകളും നിലപാടുകളുമൊക്കെ കാണുമ്പോൾ നമുക്കവരോട് സഹതാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ പ്രാർത്ഥിക്കണം. ഒരു രോഗമുള്ളവനെ, ഒരു ദുരിതം ബാധിച്ചവനെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവനെ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ തലാക ബിഹി വഫല്ലൽനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. പടച്ച റബ്ബേ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ തലാക ബിഹി, നിനക്കൊരു പരീക്ഷണം, നിനക്കൊരു ദുരിതം, കഷ്ടപ്പാടുമുണ്ടായി, അതിൽ നിന്നും എന്നെ കാത്ത റബ്ബിനാണ് സർവസ്തുതികളും. ലോകരിൽ ഒരുപാട് ആളുകളേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടി ജീവജാലങ്ങളിൽ വളരെ ഉന്നതനായിക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ റബ്ബിനാണ് സർവസ്തുതിയും എന്ന ഈ പ്രാർത്ഥന വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന ഏറ്റവും പ്രധാനമായി ചൊല്ലേണ്ടത്, നമുക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഇല്ലാതെയായി, ആരോഗ്യമില്ലാതെയായി, മറ്റു ദുരിത കഷ്ടപ്പാടുകളുണ്ടായി, അതൊക്കെയാണ് നമുക്ക് പരീക്ഷണം. അത് പരീക്ഷണം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ പരീക്ഷണം സഹോദരന്മാരെ ദീനില്ലാത്തതാണ്. മറ്റെന്ത് പരീക്ഷണങ്ങളും ദുനിയാവോടുകൂടി അവസാനിച്ചു പോകും. പക്ഷെ ദീനില്ല, ലിബറൽ ചിന്താഗതികളും തോന്നിവാസികളും അതേപോലെ തന്നെ അള്ളാഹിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ ജീവിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ഉറക്കനെ അവൻ കേൾക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുക. അവൻ കേൾക്കുന്ന രീതിയിൽ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? പടച്ചോനെ, ഈ അദാബിൽ നിന്നും ഈ ഫിത്നയിൽ നിന്നും എന്നെ കാത്തല്ലോ, ഈ അദാബിൽ നിന്നും പടച്ച റബ്ബേ ഈ ഹിദായത്ത് എന്ന വലിയ സൗഭാഗ്യം നൽകിക്കൊണ്ട് ദീനിയായി ജീവിക്കാനുള്ള മനസ്സ് എനിക്ക് നൽകിയല്ലോ റബ്ബേ, നിനക്കുണ്ടായ ഈ അദാബിൽ നിന്നും അള്ളാഹു എന്നെ കാത്തല്ലോ പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് കേൾക്കെ പ്രാർത്ഥിക്കണം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ അപജയം, ദീനില്ലാത്ത അവസ്ഥ, ദീനിനോട് കൂറില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അത് മാത്രമാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നേടി ജീവിക്കുന്നതിനിടയിൽ നമുക്കിവിടെ നല്ല നിലക്ക് ജീവിക്കണം, സമാധാനത്തോടു കൂടി ജീവിക്കണം. അപ്പോൾ ഭാര്യ വേണം, മക്കൾ വേണം, ഭർത്താക്കന്മാർ വേണം, ഭാര്യമാർ വേണം, കുടുംബം വേണം, വീട് വേണം, ജോലി വേണം, സമ്പത്ത് വേണം. അതൊക്കെ അതിനുള്ള സൈഡുകളാണ്, ജീവിക്കാനുള്ള ചേരുവകളാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നല്ല ഇബാദത്തെടുത്ത് നല്ല അമൽ ചെയ്ത്, കുറേ അമൽ ചെയ്യാന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അയ്യുക്കും അഹ്സനു അമല. നല്ല അമൽ, ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന ആളാരാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നോക്കിക്കാണാൻ വേണ്ടി. അപ്പം നമ്മളൊക്കെ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിസ്കരിക്കുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞ നിസ്കാരമായിട്ടുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കർമ്മമായിട്ടുണ്ടോ? നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. അത് കുറച്ച് ഉസ്താദുമാരും മൂലമാരും അതേപോലെ തന്നെ മൗലവിമാരും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർക്കിടണം. ആ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഉസ്താദ് പഠിച്ച ഉസ്താദിനെ കിട്ടുള്ളൂ, മൂലേരി പഠിച്ച മൂലേരിക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അയ്യുക്കും അഹ്സനു അമല, അമല അഹ്സനായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ ഇവിടെ ജീവിതം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. നമ്മൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതും
മനസ്സിൻ്റെ ഉള്ളിൽ പരോക്ഷമായി ചെയ്യുന്നതുമായ അള്ളാഹ്ക്ക് തൃപ്തികരമായ എന്തൊന്നുണ്ടോ അതൊക്കെ ഇബാദത്താണ്. ഒരു മനുഷ്യനെ കണ്ടു, ഒരു സാധുവായ മനുഷ്യനെ കണ്ടു. ഒരു സാധുവായ മനുഷ്യനെ കണ്ടപ്പോൾ അയാളോട് ഒരു നല്ല അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നല്ലൊരു വർത്തമാനം സംസാരിക്കണം, അല്ലെങ്കിൽ അയാൾക്കൊരു ചായ വാങ്ങി കൊടുക്കണം നമ്മളെ മനസ്സിൽ വിചാരിച്ചു. അയാൾക്കൊരു 100 രൂപ ആ സാധുവിന് കൊടുക്കണം നമ്മൾ മനസ്സിൽ വിചാരിച്ചു. അത് ഇബാദത്താണ്. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള എന്തുണ്ടോ അതൊക്കെ ഇബാദത്താണ്. ഈ ഇബാദത്തിന്റെ കൂട്ടത്തിൽ സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ഈ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാനാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഇബാദത്തുണ്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു ഖുദ്സിയായ ഹദീസ്. എന്താ ഈ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ് നേരിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്. എന്നാൽ ഖുർആന്റെ ആയത്തുമല്ല, ഖുർആനല്ല. എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നല്ലാഹ തആല യഖൂൽ, നമ്മുടെ റബ്ബ് പറയുന്നു, യബ്ന ആദം, ആദമിന്റെ മോനെ, തഫറഗ് ലി ഇബാദത്തി അംലഉ സദ്റക ഗിനൻ, എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യമിട്ട് തരും. ഇബാദത്തിന് നീ വേണ്ടി ഒഴിഞ്ഞിരിക്ക്, സമാധാനം തരും. സമ്പത്തിന്റെ വിഷയത്തിലോ കച്ചവടത്തിന്റെ വിഷയത്തിലോ കുടുംബത്തിന്റെ വിഷയത്തിലോ ഒന്നും ടെൻഷനില്ല. ആരായി പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നീ ഇബാദത്ത്, നിന്റെ ഇബാദത്ത് അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നീ തയ്യാറാണോ? 5 വക്ത് പള്ളി വരാനും കൃത്യമായിട്ട് നിസ്കരിക്കാനും എനിക്ക് സമയമില്ല. എന്തേ? കച്ചവടത്തിന്റെ ബിസിനസ്സിന്റെ തിരക്കാണ് മൗലവി. എന്താണ് സമയമില്ലല്ലോ, കടിയിൽ വേറെ ആളില്ല. അപ്പൊ പിന്നെ എങ്ങനെ നിസ്കരിക്കല്? നിസ്കാരമൊക്കെ ഒരു കഥയാണ്. അതാണ്. അപ്പൊ നിസ്കാരം കഥയാണ്, ബാക്കിയൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇബാദത്തിന് കഥയാണ്. ഒരു ക്ലാസ്സിന് വരാനോ, ഒരു ഖുർആൻ ക്ലാസ്സിന് വരാനോ, വൈജ്ഞാനികമായ ഇങ്ങനെ ഒരു ദർസിന് വരാനോ എന്തേ സമയമില്ലാത്തത്? ദുനിയാവിൻ്റെ തിരക്കാണ്. കുട്ടികളാണെങ്കിൽ പഠനത്തിൻ്റെ തിരക്കാണ്, ദുനിയാവിൻ്റെ പഠനത്തിൻ്റെ തിരക്കിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എനിക്കുള്ള ഇബാദത്തിന് നീ ഒഴിഞ്ഞിരിക്ക്, അംലഉ സദ്റക ഗിനൻ, നിനക്ക് സമാധാനം തരും. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഈ ഇബാദത്ത് കൃത്യമാണോ, പൂർണ്ണമാണോ, അള്ളാഹു നമുക്ക് റാഹത്ത് തരും, അള്ളാഹു നമുക്ക് സമാധാനം തരും. വ അസുദ്ദു ഫഖ്റക, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ കോട്ടകെട്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആല കോട്ടകെട്ടി പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടുത്തു വെക്കുന്നതാണ്. വ അസുദ്ദു ഫഖ്റ, സദ്ദ എന്ന് പറഞ്ഞാൽ, സദ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. സദ് എന്ന് പറഞ്ഞാൽ ദുൽഖർനൈനിയുടെ സദ് നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ശക്തമത്തായ മതിലിനാണ് സദ് എന്ന് പറയാം. നിന്റെ ഫക്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിന്റെ ഫക്റിനെ ഞാൻ തടുത്തു നിർത്തിയിരിക്കും, കട്ടായമാണത്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്താ അജണ്ട? അജണ്ട അനുസരിച്ച് ജീവിക്കുക, ഇബാദത്താണ് അജണ്ട. അതിന്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ നടന്നോളുന്ന്. അള്ളാഹിനെ തവക്കുലാക്കുക, റബ്ബ് തരും. ഇല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് പരീക്ഷിച്ചോ, അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചവര് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമാണ്. അത് പരലോകം നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു പരീക്ഷിക്കും. അപ്പോ നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കും. ഇല്ലാ തഫ്അൽ മലഅതു യദക ശുഗ്ലാ, നീ അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, നിന്റെ എയിം എന്താന്ന് വെച്ചാൽ ദുനിയാവാണ്, ദുനിയാവ് വാരിക്കൂട്ടലാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ, നിനക്ക് ഞാൻ ശുഗലിട്ട് തരും. ബിസിയാണ്, തിരക്കാണ്, തിരക്കോട് തിരക്ക്. ഇബാദത്തിന് ഏതായാലും നേരമില്ല, 5 വക്ത് പള്ളി വരാൻ നേരമില്ല, ശരിക്കും നിസ്കരിക്കാൻ നേരമില്ല. എന്നാലോ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ നേരമുണ്ട്, ഭാര്യൻ്റെ ഒപ്പം നിൽക്കാൻ നേരമുണ്ട്, മക്കളൊപ്പം നിൽക്കാൻ നേരം ഇല്ല. തിരക്കാണ്, ബിസിനസ്സിൻ്റെ തിരക്കാണ്. ഇത് ആരിട്ടരണം? അള്ളട്ടരനാണ്. വലിയ പരീക്ഷണാണത്. സമാധാനമില്ല, എപ്പോഴും തിരക്കോട് തിരക്ക് തന്നെയാണ്. ആരാണ് ഈ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കൂല. തിരക്കിട്ട് തരും, ബിസിട്ട് തരും, ഷുഗലിട്ട് തരും. എന്നു മാത്രമല്ല, നീ ദുനിയാവിനും വേണ്ടി പെടാപാടുപെട്ട് ഓടും. വലം അസുദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുന്ന പ്രശ്നവുമില്ല. എത്ര വരുമാനം ഉണ്ടെങ്കിലും, എത്ര അവിടുന്ന് കിട്ടാണ്ടെങ്കിലും, ഇവിടുന്ന് കിട്ടാണ്ടെങ്കിലും, അവിടെ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിലും, ഇവിടെ ബിസിനസ്സിൽ നിന്ന് ഇറക്കിയതുണ്ടെങ്കിലും, അവിടെ തോട്ടുണ്ടെങ്കിലും, ഇവിടെ എന്തുണ്ടെങ്കിലും പായേരാണ്. പായേരം കണ്ട് തീർന്നില്ല, ഒന്നുണ്ട് നീർ നിൽക്കാൻ പറ്റണില്ല. മൗലവി, എന്താണ് അവസ്ഥ? എന്തൊക്കെ ആയാലെന്താ, എത്രയൊക്കെ ഉണ്ടായിട്ടെന്താ, ഒരു സമാധാനമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, എന്ത് സംഭവിച്ചു?
നമ്മുടെ എയിം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മാറി ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ദുനിയാവിൻ്റെ ആളാക്കി അവനെ പെടാപാട് ഓടിപ്പിക്കുകയാണ്. അവനെ അള്ളാഹ് ഇങ്ങനെ പായിപ്പിക്കുകയാണ്. എന്നതിലൊരു സമാധാനം കിട്ടണം. സമാധാനം കിട്ടണില്ല. എപ്പോഴേ കിട്ടുള്ളൂ സമാധാനം കിട്ടുകയില്ല. പിന്നെ എപ്പോഴാണ് ഈ പാച്ചിൽ നിൽക്കുക? ഹത്താ സുർത്തുമുൽ മഖാബിർ, കബറിടം സന്ദർശിക്കുന്നവർ. അപ്പോൾ പിന്നെ പാച്ചിൽ നിൽക്കും. പിന്നെ അതിനേക്കാൾ ഇടങ്ങാറൽ ലോകത്തേക്കാണ് ഈ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ദീനുൽ ഇസ്ലാമിൽ ഒരേ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ ചെയ്യാതിരുന്നാൽ കാഫിറാകുന്ന കർമ്മം. ഒരാൾ ചെയ്യാതിരുന്നാൽ കാഫിറാകുന്ന ഒരേ ഒരു കർമ്മമുള്ളത് നിസ്കാരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനകും അസ്സലാ, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. കാഫിറിനും നമ്മൾക്കും ഇടയിലുള്ള വ്യത്യാസം, ഒരേ ഒരു വ്യത്യാസമുള്ളത് നമസ്കാരമാണ്. അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കാഫിറാണ്. ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒഴിവാക്കിയ കാഫിറാണ് ഏത് ഇബാദത്ത്? ഒരാൾ ഹജ്ജ് ചെയ്യണില്ല, കാഫിറാവില്ല. ദീനിന്ന് പുറത്തുപോകില്ല. റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചില്ല, ദീനിന്ന് പുറത്തുപോകില്ല. പക്ഷെ നിസ്കാരം ഒഴിവാക്കിയ കാഫിറാവും. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട സഹോദരന്മാർ. ഒന്ന്, നമസ്കാരം നിസ്കരിക്കേണ്ട അതിൻ്റെ ഉജൂബിയത്തിന് നിഷേധിക്കുന്ന ആളുകൾ, നിസ്കരിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്ന് നിഷേധിക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ 100% കാഫിറാണ്. അപ്പോൾ ഒരു ചർച്ച, അങ്ങനെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ, നമുക്ക് അറിയണമല്ലോ, ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഓനെ യുക്തിവാദിയോ അല്ലെങ്കിൽ ഏതായാലും കാഫിറായിരിക്കും. നേരെ മറിച്ച് ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. റമദാൻ വന്നാൽ നിസ്കരിക്കുക, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഒന്ന് നിസ്കരിക്കും. ളുഹറുണ്ടെങ്കിൽ അസറില്ല, അസറുണ്ടെങ്കിൽ മഗ്രിബില്ല, സുബി ഏതായാലും ഇല്ല. സുബി നിസ്കരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് സുബി നിസ്കരിക്കണം? ഉറങ്ങി എണിക്കുമ്പോഴാണ് നിസ്കരിക്കില്ല. അത് എപ്പോഴാണ് ഉറങ്ങി എണിക്കല്? അതൊന്നും പറയാൻ പറ്റില്ല. 8 മണിയാകാം 9 മണിയാകാം. ഓൻ്റെ സുബി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറങ്ങി എണിക്കുമ്പോൾ. അവളുടെ സുബി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓള് ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴാ. അങ്ങനെ ഉള്ള നിസ്കാരക്കാർ നിസ്കരിച്ചു, സ്കൂളിൽ പോകാൻ നിസ്കാരമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ വിധി എന്താണ്? കൂടുതലും നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, 2 അഭിപ്രായം പറഞ്ഞു. നിസ്കാരം മടി കാരണം ഒഴിവാക്കുന്നു, നിസ്കാരത്തിനൊരു ശ്രദ്ധയില്ല, പക്ഷേ അതിൻ്റെ നിർബന്ധതയെ തള്ളിക്കളഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും, വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോവും, റമദാൻ വന്നാൽ കുറച്ചൊന്ന് സജീവമാകും, പിന്നെ നിസ്കാരമൊന്നുമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ 2 അഭിപ്രായം പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഓൻ കാഫിറാണ് എന്നെ പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു കാഫിറാവില്ല. ഇസ്ലാമിക ഭരണത്തിലാണെങ്കിൽ കോടതി അവനെ പിടിക്കുകയും അവനെ കൊന്നുകളയുകയും ചെയ്യും. മുസ്ലിം ഭരണാധികാരി കൊന്നുകളയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരാളുണ്ടാവില്ല സഹോദരന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി. കൂടുതലും നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുക, റമദാനിൽ മാത്രം നിസ്കരിക്കുക, എപ്പോഴെങ്കിലൊക്കെ ചെക്കന്മാരൊപ്പം കമ്പനി കൂടി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരമില്ല. അപ്പോൾ കാഫിറാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, കാഫിറാവില്ല, അവൻ്റെ തല വെട്ടും, ഓനിവിടെ ഭൂമിയിലിരിക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാമിക ലോകത്താണെങ്കിൽ പറ്റൂ, ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഓൻ അവിടെ കാഫിറാവില്ല, തല വെട്ടും ചെയ്യില്ല, ഓൻ ഫാസിക്കാണ്, തമ്മാടിയാണ്, വൻപാപം ചെയ്ത് ജീവിക്കുന്നവനാണ്, അവർ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. മോൾക്ക് കല്യാണം നോക്കുമ്പോൾ എന്താ ഒന്നാമതായി നോക്കേണ്ടത്? നിസ്കാരം ഉണ്ടോ എന്നാണ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നോക്കേണ്ടത്. നമസ്കാരമുണ്ടോ നോക്കണം. എന്താ നമ്മൾ നോക്കണത്? എന്താ നോക്കണത്? വിദ്യാഭ്യാസം ഉണ്ടോ നോക്കും, എഡ്യൂക്കേഷൻ ഉണ്ടോ നോക്കും, അതേപോലെ തന്നെ നല്ല തറവാട്ടുകാരാണോ നോക്കും, അത്യാവശ്യം സമ്പത്തുണ്ടോ നോക്കും, വീടിൻ്റെ ഉള്ളിൽ കാറാണ്ട് കയറോ നോക്കും, നല്ല വീടാണോ നോക്കും. നമ്മളെ കുട്ടി പോയി താമസിക്കാനുള്ളതാണല്ലോ, നമ്മളെ കുട്ടി പോയി താമസിക്കാനുള്ള വീടാണല്ലോ, അവൻ്റെ വീട് എങ്ങനെയാണ് നോക്കും, ഓലെ സെറ്റപ്പ് എങ്ങനെയാണ് നോക്കും. ഓനെ നിസ്കാരം ഉണ്ടോ നോക്കിയോ? ഓൻ നിസ്കരിക്കണവനാണോ? ഓൻ കാഫിറാണോ മുഅ്മിനാണോ? പേരുകൊണ്ട് മാപ്പിളായിട്ട് കാര്യമില്ല. എത്ര ഗൗരവത്തോടെയാണ് സഹോദരന്മാരെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചതെന്നറിയോ? വളരെ ഗൗരവത്തോടു കൂടിയാണ് പണ്ഡിതന്മാർ ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദീനുൽ ഇസ്ലാമിൽ ഒരേ ഒരു കർമ്മമേ ഉള്ളൂ ചെയ്യാതിരുന്നാൽ കാഫിറാകുന്ന ഒരു കർമ്മം, അത് നമസ്കാരമാണ്.
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആരാധനകളുടെ കൂട്ടത്തിൽ മുഖ്യ സ്ഥാനം, അതിൻ്റെ ഹെഡ് മാസ്റ്റർ, അതിൻ്റെ സ്വദറുസ്താദ് നിസ്കാരമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, റഅ്സുൽ അംരി അൽ ഇസ്ലാം, ആദ്യം മുസ്ലിമാകണം. മുസ്ലിമായി കഴിഞ്ഞാൽ വഉമൂദുഹു അസ്സലാ, ഇസ്ലാമിൻ്റെ നെടുന്തൂണ് നിറ നിസ്കാരമാണ്. അതില്ലെങ്കിൽ പിന്നെ ഓനും ഇസ്ലാമും തമ്മിലുള്ളൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ നിസ്കാരമുള്ളവരാണ്, കൃത്യമാണോ നമ്മൾ നോക്കണം. എപ്പോഴെങ്കിലും കൂടുമസല്ലി നിസ്കരിക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. നിസ്കാരം കൃത്യമാണോ എന്ന് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അങ്കബൂത്തിന്റെ 45-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നമസ്കാരം കൊണ്ട് കിട്ടുന്ന മെച്ചമെന്താണ്? ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ്സലാ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നമസ്കാരമാണ് മനുഷ്യനെ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും തടുത്തു നിർത്തുന്നത്. നിസ്കാരം എന്താ ചെയ്യണത്? നിസ്കാരം മനുഷ്യന് വല്ലാത്ത പരിചയമാണ്. കാണാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കാൻ, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ. മക്കളുണ്ടല്ലോ സഹോദരന്മാരെ, ഏത് നമ്മുടെ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഏത് ഹോസ്റ്റലിലോ ഏത് സ്ഥാപനത്തിലോ എവിടെയാകട്ടെ, കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ഓലെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹറാമ് ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓഫറാണ്. കൃത്യമായി നിസ്കാരമുണ്ടോ, ആ നമസ്കാരം തോന്നിവാസങ്ങളിൽ നിന്നും അവനെ തടുത്തു നിർത്തും, അവളെ തടുത്തു നിർത്തും. 5 വക്ത് നിസ്കാരം അത് കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നുള്ളവരെ കാര്യമല്ല പറഞ്ഞത്. നിസ്കാരം ക്ലിയറായ ആളുകളുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തോന്നിവാസങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിന്റെ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിൻ ഖൽഫുൻ അല്ലാഹുസ് സ്വലാത്ത വത്തബഉ ശഹവാത്ത്. അവർക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ വന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാഹുസ് സ്വലാത്ത, അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. എന്താണ്? നിസ്കാരം അവർ ഒഴിവാക്കി. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനം പിടിക്കുന്നത് എന്താണ്? വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛകളാണ് സ്ഥാനം പിടിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞ ആയത്തും ഈ ആയത്തും നിസ്കാരം മോശമായ കാര്യങ്ങളിൽ നിന്നൊക്കെ തടുത്തു നിർത്തും. നിസ്കാരമില്ലേ എല്ലാവിധ വൃത്തികേടുകളും ആഭാസങ്ങളും അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യും. അപ്പം നിസ്കാരം ക്ലിയറാണോ? നമ്മുടെ മക്കളുടെ നിസ്കാരം ക്ലിയറാണോ? ഭാര്യയുടെ ഭർത്താവിൻ്റെ നിസ്കാരം ക്ലിയറാണോ? അവളത് പഠിച്ച് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? പഠിച്ചറിഞ്ഞ് ചെയ്യണം. പഠിച്ചറിഞ്ഞ് ചെയ്യണം. മയ്യത്തിൻ്റെ കൂടെ പോകുകയും എന്നിട്ട് ജനാസ സംസ്കരിക്കുകയും അതിനുശേഷം ഖബറടക്കി അതിൻ്റെ പണികൾ പൂർത്തിയായി തസ്ബീത്തും ചെല്ലിയിട്ട് തിരിച്ചു വന്നാൽ 2 ഖീറാത്താണ് എന്ന് ഒരു സഹാബി പഠിച്ചപ്പോൾ അദ്ദേഹം അത് വൈകിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്, കമ്മിൻ ഖറാറീത്തിൻ ലയ്യഅന, എത്രയെത്ര ഖീറാത്തുകളാണ് നമ്മൾ കളഞ്ഞത്. എന്താ ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഉഹുദ് മലയോളം പുണ്യം എന്നാണ്. അഥവാ ഒരാൾ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ നമ്മളെ അയൽവാസിയോ നമ്മളെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ വാട്സപ്പിൽ അത് ഇന്ന സമയത്താണ് മയ്യത്ത് നിസ്കാരം എന്നറിയാം, പോവില്ല. നമ്മൾ ഒരു തിരക്കില്ല, വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ കണ്ടു പരിചയമുള്ള ആൾക്കാരാണ്, എന്നാലും പോകാത്ത ആളുകൾ. അയാളുടെ മയ്യത്തിനെ പിന്തുടരുകയും എന്നിട്ട് നമസ്കരിക്കുകയും മറമാടുന്നത് വരെ മറമാടിക്കഴിഞ്ഞ് തസ്ബീഹ് ചൊല്ലിയിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്താൽ പല ആളുകളും നിസ്കരിക്കാനുണ്ടാകും. പിന്നെ എന്താണ്? പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, ഖബറിസ്ഥാനിലേക്ക് വരുന്നില്ല, മയ്യത്ത് പിന്നെ ഖബറിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എത്രയാണ് നഷ്ടപ്പെടുത്തിയത്? ഉഹുദ് മലയോളം പുണ്യമാണ്. നമ്മൾ ഉഹുദിൽ പോയ ആൾക്കാരാണ്. മദീനത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഉഹുദിൽ പോയിട്ടുണ്ട്. എത്രയാണ് ഉഹുദ് മലയുടെ വലിപ്പം? ആ ഭാഗത്ത് കാണുന്ന മലയെല്ലാം ഉഹുദാണ്, ഉഹുദ് മലയാണ്. റസൂലുള്ള ഉഹുദ് മല എന്ന് പഠിപ്പിച്ചതാണ്. അത്രയധികം പുണ്യം ഒരാൾ മയ്യത്ത് നിസ്കരിക്കുകയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്ത് 2 ഉഹുദ് മലയുടെ അത്ര കൂലിയാണ് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഒരു സഹാബി പഠിച്ചു. അപ്പം അദ്ദേഹം പറയാണ്, എത്രയെത്ര ഖീറാത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. അപ്പം എന്തേ? ഈ ഹദീസ് പഠിക്കുന്നതിന് മുമ്പും ജനാസയെ അനുഗമിക്കാത്തത് കൊണ്ടല്ല, തസ്ബീത്തും ചൊല്ലി പിരിഞ്ഞ് അവസാനം വരെ നിന്ന് കാത്തിരുന്ന് പോരാത്തതുകൊണ്ടല്ല, പക്ഷെ അറിഞ്ഞിട്ട് ചെയ്തില്ല. എന്താണ്?
അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതിൻ്റെ കൂലിയും യാന്ത്രികമായി ചെയ്യുന്നതിൻ്റെ കൂലി രണ്ടാണ്. അറിഞ്ഞ് മനസ്സിലാക്കി യക്കീനോടുകൂടി യക്കീനുറപ്പോടുകൂടി ചെയ്യാം. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ ഒദു എടുത്തു കഴിഞ്ഞു, ഒദു എടുത്തതിന് ശേഷം ഒദുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പല ആളുകളും ഒഴിവാക്കുന്നവരാണ്. എല്ലാ സഹോദരിമാരെ, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി പറഞ്ഞത്? സ്വർഗത്തിൻ്റെ ഏത് കവാടങ്ങളിലൂടെയും കടക്കാൻ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു വെച്ചിട്ട് ഏയിലൂടെ നിങ്ങൾ കയറിക്കോളി. വദു എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 30 സെക്കൻഡ് പോലും ഇത് ചൊല്ലാൻ ആവശ്യമില്ല. 30 സെക്കൻഡ് പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് ചെല്ലാൻ എത്ര സമയം വേണ്ടി? ഇതൊന്നും മനസ്സിൽ അർത്ഥറിഞ്ഞ് നമ്മളൊക്കെ ചെല്ലുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു കൂലി പ്രതീക്ഷിച്ച് അർത്ഥമറിഞ്ഞ് ചെല്ലുമ്പോൾ അത് വേറെ ലെവലാണ്. അതാ പറഞ്ഞ അറിഞ്ഞ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞ് ചെയ്യുന്ന മക്കളാണോ, അതേപോലെ തന്നെ ഇത് ശരിയാവണ്ണം പഠിച്ചതാണോ, ആ നിലയ്ക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും. അവരുടെ കണ്ണിനെ സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുരക്ഷിതത്വം നൽകും. പിന്നെ ഓലെ പേടിക്കണ്ട. നമ്മളെ മക്കൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കൾ നിസ്കാരം ക്ലിയർ ആണോ, പേടിക്കേണ്ട ആവശ്യമില്ല. നിസ്കാരമില്ലേ, പേടിക്കണം. എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര തസ്കിയത്ത് ക്ലാസ് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അല്ലാഹു സലാ നിസ്കാരം ഒഴിവാക്കിയപ്പോൾ വത്തബഉ ശഹവാത്ത്, അവർ ഷഹ്വാത്തുകളുടെ പിന്നാലെ പോയി. തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം പുൽകുന്ന പേറുന്ന ആളുകളായി കഴിഞ്ഞു. കാരണം എന്താ? നിസ്കാരം ഒഴിവാക്കി. ഫസൗഫ യൽഖൗന ഗയ്യാ, അതിൻ്റെ പരിണിതി അവർ അനുഭവിക്കുക തന്നെ ചെയ്യും, അത് കാണുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യമുള്ളൂ. ഒന്നില്ലെങ്കിൽ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ആൾ ക്ലിയർ ആയിരിക്കും. നിസ്കാരം ക്ലിയർ അല്ലേ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആൾ മോശമായിരിക്കും എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ശരി, അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര അധികം പ്രാധാന്യമുള്ള ഈ നമസ്കാരമാണ്, മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പഠിപ്പിച്ച ഈ നിസ്കാരമാണ് ഒന്നാമതായി പരലോകത്ത് വിചാരണക്കെടുക്കപ്പെടുന്നത്. ഒന്നാമതായി നമ്മൾ കേട്ട ഹദീസാണ് ഇതൊക്കെ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസങ്ങൾ ആദ്യം എടുക്കും. ആദ്യം മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊക്കെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കും. കർമ്മങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഒന്നാമതായിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നമസ്കാരമാണ് അല്ലാഹു പരിശോധിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, യഖൂലു റബ്ബുനാ അസ്സ വജല്ല ലി മലായികതിഹി വഹുവ അഅലം ഉൻദുറു ഫീ സ്വലാത്തി അബ്ദി അതമ്മഹാ അം നഖസഹാ. ഓരോ അടിമകളുടെയും വിചാരണ സമയത്ത് ആദ്യമായിട്ട്, വേറൊന്നുമില്ല, ആദ്യമായിട്ട് എൻ്റെ അടിമയുടെ നിസ്കാരം ഒന്ന് നോക്കൂ, അത് ക്ലിയർ ആണോ അതല്ല പൊളിഞ്ഞതാണോ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, ഒക്കൽ റബ്ബുന അസ്സ വജല്ല മലായികതി വഹുവ അലം, അള്ളന്നെ പറയാണ്, ആ അള്ളാഹ്ക്ക് ഒരു മലക്ക് നോക്കിയിട്ട് പറഞ്ഞെടുത്തിട്ട് വേണോ അവൻ്റെ നിസ്കാരം പൊളിഞ്ഞതാണോ ക്ലിയർ ആണോ എന്ന് വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. പക്ഷെ അള്ളാഹിൻ്റെ ഒരു നടപടിക്രമമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രേഖകൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ എഴുതി വെക്കാൻ മലക്കുകൾ എഴുതി വെച്ചതിന് ശേഷം എന്നിട്ട് അത് നോക്കിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ? അല്ലാതെ തന്നെ മനസ്സിലാവും. പിന്നെ എന്തിനാണ് അല്ലാഹു ചെയ്തത്? മഴയുടെ കാര്യം ഒക്കെ നിയന്ത്രിക്കാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പാടാക്കി. എന്തിനാണത്? അല്ലാഹ് കഴിയാത്തതുകൊണ്ട് അല്ല, അള്ളാഹിൻ്റെ വ്യവസ്ഥ, അള്ളാഹിൻ്റെ സുന്നത്തുള്ള, അള്ളാഹിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടിമയുടെ നിസ്കാരം ക്ലിയർ ആണെന്ന് നോക്കും. അങ്ങനെ ഇത് പരിശോധിക്കുന്നു. എന്നിട്ട് പറയപ്പെടുകയാണ്, ഫഇൻ കാന താമ്മത്തൻ കുതിബത ലഹു താമ്മ, നിസ്കാരം ക്ലിയർ ആണെങ്കിൽ എല്ലാം ക്ലിയർ ആണ്. നിസ്കാരം ക്ലിയർ ആണെങ്കിൽ എല്ലാം ക്ലിയർ ആണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് പറയാണ്, വഇൻ കാന തഖസ മിൻഹാ ഷൈഅൻ, അത് ക്ലിയർ അല്ല, പോരായ്മകളുണ്ട്, പൊഴിക്കുത്തുകളുണ്ട്, വിടവുകളുണ്ട് എങ്കിൽ സഹോദരിമാരെ, അല്ലാഹു മലക്കോട് പറയും, ഹല്ലി അബ്ദീ മിൻ തതവ്വ, സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലതുണ്ടോ നോക്കൂ. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ പരിഹരിക്കും. അപ്പോൾ ഫർളുകളിലെ പ്രശ്നങ്ങൾ മേക്കപ്പ് ചെയ്യാൻ, പരിഹരിക്കാൻ, ഓട്ടയടക്കാൻ ആ സുന്നത്തുകൾ കൊണ്ട് പറ്റുമോ? വലിയ ഓട്ടയാണോ? അതല്ല, ചെറിയ ഓട്ടകളാണ്, സുന്നത്തുകളുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ
മേക്കപ്പ് ചെയ്ത് പോകുമെങ്കിൽ അവനും രക്ഷപ്പെട്ടു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടും രക്ഷപ്പെടൂല്ലെങ്കിൽ ഓൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോന്നും നോക്കും. മനസ്സിലായില്ലേ? അഥവാ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം ക്ലിയർ ആണോ നോക്കും, അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കും. അപ്പം നിസ്കാരം ക്ലിയർ ആണെങ്കിൽ എല്ലാം ക്ലിയറാണ്. ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. എൻ്റെ പ്രിയമുള്ള മക്കളെ, സുന്നത്ത് നമസ്കാരത്തിന് അത്ര പ്രാധാന്യമുണ്ട് സഹോദരിമാരെ. സുന്നത്ത് നമസ്കാരങ്ങൾ അത്ര പ്രാധാന്യം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ കളയാനുള്ളതല്ല സുന്നത്ത് നമസ്കാരം. അത് സുന്നത്തല്ലേ എന്നുള്ളത് പറഞ്ഞ് കളയാനുള്ളതല്ല. അപ്പോൾ ഒന്നാമതായി വിചാരണയ്ക്ക് എടുക്കപ്പെടുന്ന നിസ്കാരമാണ്. അത് ക്ലിയറാണ്, ഒക്കെ ക്ലിയറാണ് എന്നർത്ഥം. ഇത്രയധികം പ്രാധാന്യം റസൂൽ പഠിപ്പിച്ചു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞെടുത്തു. അവിടുത്തെ ദായി ആയിക്കൊണ്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മുആദ് ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ അടുക്കലേക്കാണ് മുആദ് നീ പോകുന്നത്. ജൂത ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്, വേദം കിട്ടിയായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നീ ഒന്നാമതായിക്കൊണ്ട് അവരെ വിളിക്കേണ്ടത്, ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ്, തൗഹീദിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ യമനിലേക്ക് മദീനത്ത് നിന്ന് പറഞ്ഞേക്കാണ്. അവിടുത്തെ പ്രബോധകനായിക്കൊണ്ട്, അവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളായിക്കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് അദ്ദേഹത്തെ കയറ്റിയിരുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് യാത്ര അയക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുആദേ നീ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞാനുണ്ടാവില്ല, ഒരു പക്ഷേ ഈ വരുന്ന സമയത്ത് എൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടെ നടന്നു പോകും. ഇത് കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇനി എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല, റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ടാകും, ഇനി നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ അബൂബക്കർ ഉണ്ടാവും, അബൂബക്കറിനോട് ചോദിച്ചാൽ മതി, റസൂലുള്ളാഹിൻ്റെ മറ്റൊരു സൂചനയാണ് എനിക്ക് ശേഷം അബൂബക്കറാണ് എന്ന്. കാര്യങ്ങൾ ഷിയാക്കൾ പറയുന്ന പോലെയല്ല. റസൂലുള്ളാഹി അങ്ങനെ ഒരുപാട് സൂചനകൾ കൊടുത്തു. കരഞ്ഞുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമതായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, രണ്ടാമതായിക്കൊണ്ട് അവരത് അംഗീകരിച്ചാൽ ഫൈദ അറഫു ദാലിക, അവരത് അംഗീകരിച്ചാൽ പിന്നെ വേറെ രണ്ടാമത്തെ ഒരു വർത്താനം ഇതല്ലാതെ ഇല്ല, ഏതല്ലാതെ ഇല്ല. ഫഅഖ്ബിർഹും അന്നല്ലാഹ അഫ്തറല അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലത്തിഹിം, അല്ലാഹു 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ തൗഹീദ് കഴിഞ്ഞ നിസ്കാരം. അപ്പോൾ നമ്മളൊക്കെ എന്താ, അപ്പോൾ നമ്മളൊക്കെ മുജാഹിദുകളല്ലേ, തൗഹീദുള്ളവരല്ലേ? അൽഹംദുലില്ലാഹ് തൗഹീദുള്ളവരാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാർ, എന്ന നിസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? നമ്മുടെയൊക്കെ നിസ്കാരത്തിൻ്റെ വിഷയം എന്താ? തൗഹീദ് കഴിഞ്ഞാൽ നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായി പറയുന്ന ഹദീസാണ്. അഥവാ ഇഫ്തറദതു അലാ ഉമ്മത്തിക, മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തിന് ഞാൻ ഫർളാക്കിയിരിക്കുന്നു 5 സ്വലവാത്തിൻ, 5 വക്ത് നമസ്കാരങ്ങൾ. വഅഹിത്തു ഇന്ദി അഹദ, ഞാനൊരു കരാറ് വച്ചിട്ടുണ്ട്, അന്നഹു മൻ ഹാഫള അലൈഹിന്ന ലിവഖതിഹിന്ന അദ്ഖൽതുഹുൽ ജന്ന. മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തിന് ഞാൻ വെച്ച കരാർ എന്താണ്? ഞാൻ 5 വക്ത് നമസ്കാരം ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാരെങ്കിലും അതിൻ്റെ സമയം കൃത്യമാക്കിക്കൊണ്ട് അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള ഞാനും അവരുമായുള്ള കരാർ എന്താണ്? അള്ളാഹു കരാറ് തെറ്റിക്കാത്തവനാണ്, ഞാൻ അവന് സ്വർഗം കൊടുക്കുമെന്നുറപ്പാണ്. സ്വർഗം ഉറപ്പാണ്. എന്തു ചെയ്യണം? സമയം തെറ്റാൻ പാടില്ല, ക്ലിയർ ആയിരിക്കണം, സമയം തെറ്റാൻ പറ്റില്ല. എത്ര ആൾക്കാരെ നമുക്കറിയാം സമയം, അസർ നമസ്കാരം, സുബഹി നമസ്കാരം, എത്ര ഗൗരവത്തോടുകൂടി ഈ 2 നമസ്കാരം റസൂലുള്ളാഹി പറഞ്ഞു. ഉച്ചക്ക് ചോറും വഹിച്ച് കിടന്നുറങ്ങുകയാണ്. ഇപ്പം അസർ മഗ്‌രിബ് നമസ്കാരം എന്ന് പറഞ്ഞാൽ 6, 5, 6, 3, 4 ചില സമയത്ത് 6:45, 7 മണിക്കാകും. ഇപ്പം നേരത്തെയാണ്. അപ്പോൾ അസറിൻ്റെ സമയം നേരത്തെ തെറ്റുന്നുണ്ട് എന്നർത്ഥം. 3:30 മണിക്കാണ് ഒക്കെയാണ് അസർ ബാങ്ക് അല്ലേ? 3:20, 3:25 ഒക്കെയാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി നിസ്കരിക്കണം 5:30 മണിക്കാണ്. സുബഹിയുടെ അതേപോലെ തന്നെ സുബഹിക്ക് കിടന്നുറങ്ങിയിട്ട് 7 മണിക്ക് നീച്ച് നിസ്കരിക്കുകയാണ്. 6:15 ഉദയം. ഉറപ്പ് സമയം തെറ്റുമെന്നറിയാം. ആ നിസ്കാരം സ്വീകരിക്കും. എന്തെങ്കിലും മനസ്സിലാക്കിയത്? ആ നിസ്കാരം സ്വീകരിക്കുമോ? ഒരാൾ കൽപ്പിച്ചു കൂട്ടി നമസ്കാരം തെറ്റുന്നു എന്ന് അറിഞ്ഞ് 6 മണിക്കോ അല്ലെങ്കിൽ 5:45 5:30 എണീറ്റ് അറിഞ്ഞ്
ഇനി ഞാൻ കിടന്നാൽ നിസ്കാരം തെറ്റുന്ന അറിയാം, ഏതായാലും എന്താണ് ഒന്നുകൂടി സുഖിച്ചാണ്ട് കിടക്കണം, പുതപ്പൊക്കെ ഇട്ട് കിടന്നു തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ് നിസ്കരിക്കണ്ടല്ലോ അത് എന്നുള്ള നിലക്ക് സമയം തെറ്റുമെന്ന് അറിഞ്ഞ് സമയം തെറ്റിച്ച് നമസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. എങ്ങനെ? ആ നിസ്കാരം സ്വീകരിക്കില്ല. അറിയാതെ പോയി നിസ്കാരം സ്വീകരിക്കും. അറിയാതെ പോയി. നേരെ മറിച്ച് സമയം തെറ്റുമെന്നറിയാം, ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അസർ തെറ്റുമെന്നറിയാം, തെറ്റിച്ചാണ് നിസ്കരിച്ചു, നിസ്കാരം സ്വീകരിക്കില്ല. നിസ്കാരമല്ലോ എനിക്ക്. ആര് പറഞ്ഞു? പണ്ഡിതന്മാർ പറഞ്ഞു ഓനക്ക് നിസ്കാരമല്ല. എത്ര ഗൗരവ സഹോദരന്മാരെ! എന്തേ നമുക്ക് പറ്റിപ്പോയത്? ഇത്ര ഗൗരവത്തിൽ കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമതായി ഖിയാമത്ത് നാളിൽ വിചാരണ എടുക്കപ്പെടുന്ന സംഗതി. അതേപോലെ തന്നെ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് എൻ്റെ കരാറുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അതേ അദ്ഖൽതുഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വമൻ ലം യുഹാഫിദ് അലൈഹിന്ന ഫലാ അഹദ ലഹു ഇൻദീ. എന്നാൽ ഈ നിസ്കാരം ക്ലിയർ ആക്കാത്തവനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ, ഒരു ബന്ധവും ഞാനും അവനും തമ്മിലില്ല എന്നുള്ളതാണ് റസൂലേ നിങ്ങളുടെ ഉമ്മത്തും ഞാനും തമ്മിലുള്ള കരാറ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കൃത്യമാണ് സഹോദരൻ. പിന്നെ അള്ളാഹ്ക്ക് നമ്മളെ വേണ്ട, പിന്നെ അള്ളാഹിൻ്റെ തിരുനോട്ടം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മളെയും നമ്മളെ മക്കളെയും ഒക്കെ. റസൂലുള്ളാഹി പറഞ്ഞു, നിസ്കാരത്തിൻ്റെ ഫള് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ ഫിൽട്ടർ ചെയ്യുന്ന കാര്യമാണ് നിസ്കാരം. ഞാൻ ഹദീസ് വായിക്കണില്ല. ഒരു മനുഷ്യൻ സഹാബത്തിനോട് ഒരു ഉപമ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. എന്തെല്ലാം നല്ല ഉപമകൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്തെല്ലാം രസകരമായ ഉപമകൾ. റസൂലുള്ളാഹിയേക്കാൾ നല്ല ഉപമ പറഞ്ഞ, വിശുദ്ധ ഖുർആനിലേക്കാൾ നല്ല ഉപമ പറഞ്ഞ ആരാണുള്ളത്? റസൂലുള്ളാഹി ചോദിച്ചു, ഒരു മനുഷ്യൻ 5 വക്ത് വൃത്തിയുള്ള ശുദ്ധമായ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നും കുളിക്കുന്നു. ആ മനുഷ്യൻ്റെ 5 നേരവും കുളിക്കുന്നു. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ മാലിന്യം ഉണ്ടാകുമോ? റസൂലേ, മാലിന്യം ഉണ്ടാവില്ലല്ലോ. ഇനി എന്തെങ്കിലും ഒന്ന് ആയാൽ അടുത്ത ടൈമിൽ കുളിക്കും, അത് പോകും. പിന്നെ എന്തെങ്കിലും ഒന്നായാൽ അടുത്ത ടൈമിൽ അതുപോലെയാണ് നിസ്കാരം. വളരെ പ്യുവറാക്കി എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവൻ്റെ ഇസ്തിഗ്ഫാറിലൂടെ, അവൻ്റെ സുജൂദിലൂടെ. റസൂലുള്ളാഹി പറയാ, ഒരാൾ സുജൂദ് കിടക്കുകയാണ്, സുജൂദിൽ കിടക്കുന്ന സമയത്ത്, റുകൂവിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങളെയെല്ലാം അവൻ്റെ മുതുകത്ത്, അവൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെക്കും, മുതുകാമ്പുറത്ത് കൊണ്ടുവന്ന് വെക്കും. അവൻ എത്ര സമയം, എൻ്റെ പ്രിയമുള്ള സഹോദരികളെ സഹോദരന്മാരെ, എത്ര സമയം സുജൂദ് കിടക്കുന്നുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ സുജൂദിലാകുന്ന സമയത്തും അതേപോലെ തന്നെ റുകൂഇലാകുന്ന സമയത്തും അവൻ്റെ പാപങ്ങൾ മരത്തിൽ നിന്നും കരിഞ്ഞ ഇല പൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങൾ അവൻ്റെ മുതുകത്തിൽ കൊണ്ടുവന്ന് വെക്കുന്ന. എന്നിട്ട് സുജൂദിൻ്റെയും റുക്കൂവിൻ്റെയും ദീർഘം അനുസരിച്ച് എത്ര സമയം ദീർഘിച്ച റുക്കൂവും സുജൂദാണോ പാപങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സുജൂദ് എന്ന് ഒരു 5 സെക്കൻഡ് ഏറിന്ന് വിചാരിച്ചിട്ട് ആ ഇമാമിനെ കുറ്റം പറയണ്ട. അതിന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം ഇമാമിങ്ങൾ കുറെ നീട്ടണം എന്നല്ല. സുജൂദും റുക്കുവൊക്കെ നീട്ടാൻ ഏറ്റവും നല്ലത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ്. ഒരു മുതവസ്സിതായ രീതിയിലാണ് ഇമാമിങ്ങൾ നിസ്കരിക്കേണ്ടത്. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് കോഴി കൊത്തുന്ന പോലെ സുജൂദും റുക്കുവും എടുക്കണ്ട, കൊയിഞ്ഞ് പൊയ്ക്കോട്ടെ അങ്ങോട്ട്. ആ പാപങ്ങൾ സഹോദരിമാരെ കൊയിഞ്ഞങ്ങോട്ട് പൊയ്ക്കോട്ടെ. എത്രയാണ് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ് നിസ്കാരം കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പദവികൾ കൊടുക്കുന്ന ഒരു കർമ്മം അത് നിസ്കാരമാണ്. മറ്റുള്ള കർമ്മങ്ങളുമുണ്ട്. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി ബി അമലിൻ അഅമിൽഹു യുദ്ഖിലുനി അല്ലാഹു ബിഹി അൽ ജന്ന. എനിക്കൊരു അമൽ നിങ്ങൾ പറഞ്ഞു തരണം, ഞാനത് ചെയ്താൽ അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ അദ്ദേഹത്തിൻ്റെ ചോദ്യം? റസൂലേ, എനിക്കൊരു അമൽ നിങ്ങൾ പറഞ്ഞു തരണം, ആ അമൽ ഞാൻ ചെയ്താൽ അള്ളാഹു എനിക്ക് സ്വർഗം തരും, അതിന് സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ ഔകാല കുൽത്തു ബി അഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയണം. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക ബി കസറത്തി സുജൂദി ലില്ലാഹ്, നീ അള്ളാഹ്ക്ക് സുജൂദ് വർദ്ധിപ്പിച്ചോ. അള്ളാഹ്ക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു കർമ്മവുമില്ല.
സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു കർമ്മവുമില്ല അല്ലേ? റബീഅ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ അതാണല്ലോ, നമ്മളൊക്കെ കേട്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ ഖിദ്മത്തും ചെയ്യുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓടി വന്നാണ് ചെരുപ്പെടുത്ത് കൊടുക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലമൂത്ര വിസർജനം നടത്താനാണ് റസൂലുള്ളാഹി പോകുന്നത് പറയുമ്പോൾ പെട്ടെന്ന് വെള്ളം അവിടെ കൊണ്ടുവച്ചു കൊടുക്കും. നമ്മളെ പോലെ ഇന്നത്തെ പോലെ കക്കൂസും കുളിമുറിയൊന്നും ഇല്ല. കുളിക്കാനും അതേപോലെ തന്നെ ടോയ്ലറ്റ് പോകാനൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് വെള്ളം കൊണ്ടുപോയി ചുമന്ന് കൊണ്ടുവച്ച് കൊടുത്തിട്ട് കണ്ടു പോരും. എല്ലാം ചെയ്യും. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു ഇഷ്ടം കണ്ട് തോന്നിയപ്പോൾ, യാ റബിയ സൽനി മാഷിത്ത, എന്താ റബിയ എനിക്ക് വേണ്ടി ചോദിക്കുക. ആരായി റബിയ എന്നറിയോ? അത് അസ്ഹാബു സുഫയിൽപ്പെട്ട ആളാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത, മദീനയുടെ പള്ളിയിൽ അന്തിയുറങ്ങുന്ന വീടില്ല, കുടുംബമില്ലാത്ത അസ്ഹാബുൽ സുഫയിൽപ്പെട്ട സഹാബിയാണ് റബിയ. ഈ റബിയ റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം, റബിയ എനിക്ക് എന്താ വേണ്ടേ? അപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു അല്പനേരം ഒന്ന് ആലോചിച്ച് ഉടനെ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ ഇങ്ങളെ കൂടെ സ്വർഗം കിട്ടണം. വേറൊന്നും പറയാനില്ല. എന്തെല്ലാം ചോദിക്കുക. പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും സഹാബത്തിൻ്റെയും ഒക്കെ ഈമാൻ, റസൂലേ എനിക്ക് കുറച്ച് ദുനിയാവിലെ സൗകര്യങ്ങൾ ചോദിക്കാം, ഒട്ടകങ്ങളെ ചോദിക്കാം, അതേപോലെ തന്നെ ആടുകളെ ചോദിക്കാം, സമ്പത്ത് ചോദിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുള്ളത് എന്തും കൊടുക്കും. അല്ലെങ്കിൽ ധനാഢ്യന്മാരായ സഹാബത്തിനോട്, എൻ്റെ റബിയ എനിക്ക് ഇഷ്ടപ്പെട്ട റബിയാണ്, നിങ്ങൾ എന്താ വെച്ചാൽ കൊടുക്കിയെന്ന് പറഞ്ഞാൽ എന്തും കൊടുക്കാൻ തയ്യാറായ സഹാബിമാർ അവിടെ ഉണ്ട്. ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ് എനിക്കത് വേണ്ട. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അവ ഗൈറ ദാലിക്, ഇതല്ലാത്ത എന്തെങ്കിലും ചോദിക്കുക റബിയ. റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് സ്വർഗ്ഗം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഈ സമസ്തക്കാർ പറയണ പോലെ ഇല്ല, പറ്റൂല. റസൂലുള്ളാഹി വിചാരിക്കണ പോലെ ഓരോരുത്തർക്ക് സ്വർഗം കൊടുക്കാനുള്ള അധികാരം റസൂലുള്ളാഹിക്കുണ്ടോ? ഇല്ല. അവ ഗൈറ ദാലിക്, ഇതല്ലാത്തത് എന്തെങ്കിലും. എന്തേ റബിയ ഇത് ചോദിപ്പിച്ചത്? എന്തേ ഇത് ചോദിക്കാൻ? ദുനിയാവിൻ്റെ വല്ലതും ചോദിച്ചൂടെ? ഈ സമയത്ത് റബിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദുനിയ ഫാനിയത്തുൻ മുൻകതിയ, ദുനിയാവ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ്. ഇതിൽ എന്ത് തന്നാലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, ഈ ദുനിയാവിലെ കാര്യമുള്ളൂ. നമ്മളിവിടുന്ന് പോകാനുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ തീരാത്ത അറ്റമില്ലാത്ത, അറ്റം കാണാത്ത ലോകത്ത് അവിടെ സ്വർഗം കിട്ടണമെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗം കിട്ടണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പൊന്നു റസൂലേ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്? ശരി റബിയ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാം. പക്ഷേ റബിയ അതിനുള്ളൊരു പണി ചെയ്യണം, അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ, അതിന് യോഗ്യതയാവുന്ന ഒരു പണിയുണ്ട്. ഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കണം റബിയ, നിസ്കരിക്കണം കൂടുതലായിട്ട്, നിസ്കാരം വർദ്ധിപ്പിക്കണം, സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. നമ്മളെ ഈ ക്ലാസ്സും ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫضലും അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയതും ഇനി മനസ്സിലാക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ PPT-യിൽ നിസ്കാരത്തിൻ്റെ സിഫത്തുകൾ, എങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ നിസ്കാരം എന്നുള്ളത് ഹദീസിൽ വന്നത്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്, നിസ്കാരത്തിൻ്റെ റുക്ൻ എന്താണ്, റുക്ന് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക, നിസ്കാരത്തിൻ്റെ ഫർള് എന്താണ്, ഫർള് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏതെല്ലാം ഇനം സുന്നത്തുകളുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് പഠിച്ചു പോകാനുള്ള സംവിധാനമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് നടക്കുന്ന കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും കേട്ട ഹദീസാണ്. ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒളു കൊടുത്തു. പള്ളിയിലുള്ള പൈപ്പും വെള്ളവും ഹൗദും എന്തിനുള്ളതാണ്? നമുക്ക് ഒതെടുക്കാനുള്ള അല്ല പ്രിയമുള്ളത്. അതാർക്കാന്നുള്ളത്? അത് യാത്രക്കാർക്കുള്ളതാണ്. പള്ളിയിൽ നിന്ന് ഒരിക്കലും ഒതെടുക്കരുത്. പൊന്നു സഹോദരന്മാരെ, പൊന്നു സഹോദരികളെ, ഭർത്താക്കന്മാരോ അതേപോലെ തന്നെ ഒരാണല്ലോ സ്ഥിരമായി പള്ളി, നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾ വരുന്ന സമയത്തും ഭർത്താക്കന്മാർ ആൺകുട്ടികളൊന്നും പള്ളിയിൽ നിന്ന് ഒതെടുക്കാൻ അയക്കരുത്. ആർക്കുള്ളതാ പള്ളിയത്തത്? അത് യാത്രക്കാർക്കുള്ളതാണ്, കച്ചവടക്കാർക്കുള്ളതാണ്, ഒതു മുറിഞ്ഞ ആൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിൽ നിന്ന് ഒതെടുത്തിട്ട് വരണം. എന്താ മെച്ചം? ഇതാണ് മെച്ചം.
മൻ തതഹറ ഫീ ബൈതിഹി, ഒരാൾ വീട്ടിൽ നിന്ന് ഒളു എടുത്തു, സുമ്മ മശാ ഇലൽ ബൈതി മിൻ ബുയൂത്തില്ല, അള്ളാന്റെ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പോകുന്നു, ലി യഖ്ലിയ ഫരീളത മിൻ ഫറായിദില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർലാക്കിയിട്ടുള്ള നിസ്കരിക്കാനാണ് വന്നിട്ടുള്ളത്. ഒരു 5000 കടം വാങ്ങിയ മൈമുട്ടി അവിടെ വരും, ളുഹറിന് ഏതാവും വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കണത്, അല്ലെങ്കിൽ സുബീക്ക് ആ പള്ളിയിൽ വരുന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഓനെ കോളറിന് പിടിക്കാനല്ല, ഓനെ മുങ്ങി അടക്കാണ്. പള്ളി വന്നാൽ ഓനെ കിട്ടും, പള്ളി വന്നാൽ അയാളെ കാണാം, പള്ളി വന്നാൽ ഒന്നുമല്ല. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അള്ളാഹിൻ്റെ ഫർള് നിസ്കരിക്കാനാണ് ലക്ഷ്യം. അങ്ങനെ വരുന്നൊരു മനുഷ്യൻ കാനത്ത് ഖുതുവതാഹു ഇഹ്ദാഹുമാ തഹത്തു ഖതിയ, ഒരു കാലങ്ങ് വെക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്നും ഒരു കാല് വെക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങളൊക്കെ പൊയിഞ്ഞുകൊണ്ടിരിക്കുന്നു. വൽ ഉഖ്റാ തർഫഉ ദറജ, രണ്ടാമത്തെ കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവൻ്റെ പദവികൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സഹോദരന്മാർ! ഇനി എന്ത് വേണം? ഓതെടുത്തിട്ട് പോരണം. പള്ളിയിൽ അതുണ്ടല്ലോ, അതിൽ നല്ല ടാപ്പ് ഉണ്ടല്ലോ വിചാരിച്ച് ഇവിടുന്ന് ഓതെടുക്കണ്ട. അത് പെരീന്ന് ഓതെടുത്തിട്ട് വരണം, വീട്ടിൽ നിന്ന് ഓതെടുത്തിട്ട് വരണം. എന്താ നമുക്ക് മുടക്കം സഹോദരന്മാരെ? ഒരു കാല് വെച്ചാൽ അള്ളാഹു പാപം പൊറുക്കുക, മറ്റേ കാല് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പദവി ഉയർത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വലം യല ഖദമഉൽ യുസ്ര ഇല്ലാ ഹത്ത അൻഹു അസ്സ വജല്ല അൻഹു സയ്യിഹ, അവൻ്റെ വലത് കാല് വെക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കുന്നു. അതേപോലെ തന്നെ യുംന, വലത് കാല് വെക്കുമ്പോൾ അവൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നന്മകൾ എഴുതുന്നു. അതേപോലെ തന്നെ ഇടത് കാല് വെക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നു. ഫൽ യുഖരിബ് അഹദുക്കും ഔ ലിയബൂദ്, അവൻ്റെ വീട് അടുത്ത്, നിങ്ങളുടെ വീട് നിങ്ങൾ പള്ളിൻ്റെ അടുത്ത് വെച്ചാലും വേണ്ടില്ല, ദൂരെ വെച്ചാലും വേണ്ടില്ല. എത്ര ദൂരം നടന്നോ, എത്ര ദൂരം നടക്കുന്നതിന് അതിന് പ്രത്യേകതയുണ്ട്. കുറച്ച് ദൂരമുള്ളൂ, വണ്ടി എടുക്കേണ്ട, നടന്നോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും ജുമുഅയ്ക്ക് നേരത്തെ എത്തുന്ന വിഷയവും പറഞ്ഞ ഹദീസിൽ കാണാം. ഒരാൾ നന്നായി കുളിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധമുണ്ടെങ്കിൽ പൂശി, വസ്ത്രമില്ലാത്തവനക്ക് വസ്ത്രമൊക്കെ കൊടുത്തു, എന്നിട്ട് പള്ളിയിലേക്ക് മശാവലം യർക്കബ്, നടന്നു, വാഹനത്തിൽ കയറിയില്ല. വാഹനമുണ്ട്, കയറിയില്ല. എന്തിനാണെന്നറിയാം? ഈ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാഹനത്തിൽ കയറി ഈ കൂലി ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ നടക്കാനും ഇടങ്ങാറുണ്ട്. പള്ളിക്ക് വൈകും, ജുമാക്ക് വൈകും, അല്ല ളുഹറിന് വൈകും. ഓനെ നടക്കണം എന്നാണോ? ഓൻ നടക്കണതല്ലാണ്, കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ വണ്ടി കയറിക്കോട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? അത്രക്ക് കൂലി പള്ളി. എന്തിനായി പോണത്? എന്തിനാ? അള്ളാഹ് അഫ്ളലുൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒതുടുത്ത് തയ്യാറായി അള്ളാഹിൻ്റെ പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അത് ബാങ്ക് കേട്ട ഉടനെ പറഞ്ഞയക്കണം. നമ്മളെ മക്കളെ പറഞ്ഞയക്കണം. പ്രിയമുള്ള സഹോദരിമാരെ, ഭർത്താക്കന്മാരെ പറഞ്ഞയക്കണം. സുബീക്ക് കുത്തി എണീപ്പിക്കണം. അവരെ കിടന്നുറങ്ങണ ഭാര്യമാരെ എണീപ്പിക്കണം. ഇതാണ് തുഈനുഹു അലൽ ആഖിറ, ഭർത്താവിനെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്ന ഭാര്യ. യുഈനുഹ അലൽ ആഖിറ, ഭാര്യയെ ഭർത്താവിൻ്റെ പരലോകത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്ന ഭർത്താവ്. അതാണ് സഹോദരന്മാരെ ബർക്കത്ത്. അതിലാണ് ബർക്കത്തുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഖറജ മിൻ ബൈതിഹി മുതഹിറൻ, ഒതുവെടുത്തുകൊണ്ട്. എങ്ങനെ? ഒതുവെടുത്തുകൊണ്ട്. പരിയിലെടുക്കണ കള്ളിത്തുണിയും പൊള്ളിത്തുണി എടുത്തിട്ട് വരില്ല. അതൊക്കെ ഒഴിവാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുഗന്ധം ഉണ്ടെങ്കിൽ അതൊക്കെ പൂശി ഒതുവെടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർള് നിസ്കരിക്കാൻ വേണ്ടി. അജ്റുഹു ക അജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യുന്നവന് എത്രത്തോളം പുണ്യമുണ്ടോ അത്ര പുണ്യം വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നിസ്കാരത്തിന് ഒരുങ്ങി. അത് ഈ മെസ്സിൻ്റെ നെയ്മറിനെയും കുപ്പായിട്ട് കള്ളിത്തുണിയിട്ട് ഏതെങ്കിലും മണക്കണ തുണിയിട്ട് അങ്ങനെ വരില്ല. വേണ്ടി ഒരുങ്ങി ഒതുവെടുത്ത് ഉഷാറായിട്ട് പള്ളി ലക്ഷ്യം വെച്ച് നടന്നു വരുന്ന ആൾക്കുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര ഹദീസാണ് ഉള്ളത്? ഒരുപാട് ഹദീസ്. ബശ്ശിരിൽ മശാഇന ഫിൽ ദുൽമി ഇലൽ മസാജിദ് ബിന്നൂരി താമ്മി യൗമിൽ ഖിയാമ, ഇരുട്ടത്ത് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് റസൂലേ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതിൻ്റെ അർത്ഥം ഇനി മൊബൈലിൻ്റെ ബട്ടുണ്ടെങ്കിൽ ടോർച്ച് തെളിയിക്കാതെ പോകണമെന്നല്ല, ഇരുട്ടത്ത് പോയി കുത്തി വീകണമെന്നല്ല. ഇരുട്ടത്ത് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ അറിയിക്കുക. എന്താണ്? ഖിയാമത്ത് നാളിൽ ഇരുട്ടിൻ്റെ ലോകത്ത് സമ്പൂർണ്ണ വെളിച്ചമുണ്ടെന്ന് റസൂലേ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കണം. അപ്പോൾ ഈ പറയപ്പെട്ട നിസ്കാരം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അള്ളാഹു എത്രയാ സഹോദരന്മാരെ നമുക്ക് കൂലി തരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് 5 വക്ത് നിസ്കാരമാണ് നമുക്ക് നിർബന്ധമാക്കിയത്. എത്ര വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. വല്ലാത്ത പ്രാർത്ഥനയാണ്. പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. വേറെ ഒന്നുമില്ലെങ്കിലും ഇതുണ്ടായല്ല ഉണ്ടാവും. അത് പ്രാർത്ഥിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, അവർ അവരുടെ നമസ്കാരം കൃത്യമാക്കുന്ന ആളുകളാണ്. അവർക്കെന്താണ് ഫിർദൗസാണുള്ളത്. അത്രക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.